തിരുവനന്തപുരത്ത് ബി.ജെ.പി. നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളിലെല്ലാം നടക്കുന്നത് വൻ അഴിമതി. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന 11 സ്ഥാപനങ്ങളും നിക്ഷേപകർക്ക് തുക തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വെങ്ങാനൂർ കോഓപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ മാത്രം 33 ലക്ഷം തട്ടിയതായി പരാതി. അഴിമതി വീരന്മാർ നിറയുമ്പോഴും ഇവരെ കൈവിടാതെ സംരക്ഷിക്കുകയാണ് ബി.ജെ.പി. നേതൃത്വം. തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എല്ലാ സഹകരണ സംഘങ്ങളിലും വലിയ അഴിമതിയാണ് നടക്കുന്നത്. വെങ്ങാനൂർ കോഓപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ അഴിമതിയെ തുടർന്ന് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും അറസ്റ്റിലായത് ദിവസങ്ങൾക്ക് മുൻപാണ്. വൈസ് പ്രസിഡന്റാവട്ടെ ബി.ജെ.പിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും. ബി.ജെ.പി. സംസ്ഥാന നേതാവും ബാങ്കിന്റെ പ്രസിഡന്റുമായ വെങ്ങാനൂർ സതീഷും കേസിൽ പ്രതിയാണ്. നേതാക്കൾ ചേർന്ന് 1,33 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. സമാനമായി ബി.ജെ.പിയുടെ 11ഓളം സഹകരണ സംഘങ്ങളാണ് തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നത്. 11ഓളം സഹകരണ സ്ഥാപനങ്ങൾ ഇവർ നേതൃത്വം നൽകുന്നത് എല്ലാം പൊളിഞ്ഞു പാളീസായി അവിടെ നിക്ഷേപിച്ച ആളുകൾക്ക് ഒരു പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങായി ഭരണമില്ലെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും കൃത്യമായിട്ട് ഇത്തരം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ബി.ജെ.പി. നേതൃത്വം കണ്ണടച്ചിരുട്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. ബി.ജെ.പി. നേതാവ് വിജയകുമാർ പ്രസിഡന്റായ വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിലും കോടികളുടെ തട്ടിപ്പാണ് നടന്നത്. 54 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. എം.എസ്. കുമാർ പ്രസിഡന്റായ തിരുവിതാംകൂർ സഹകരണ സംഘവും പൂന്തുറ ശ്രീകുമാർ പ്രസിഡന്റായ തിരുവനന്തപുരം ട്രാവൽസ് ആൻഡ് ടൂറിസം സഹകരണ സംഘത്തിലും സ്ഥിതി സമാനമാണ്. ആളുകൾക്ക് പണം തിരിച്ചുകൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പലയിടത്തും. അതേസമയം ബി.ജെ.പിയുടെ പ്രധാന നേതാക്കൾ അഴിമതി നടത്തുമ്പോഴും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതിനപ്പുറം അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.